അസ്സലാമു അലൈക്കും. നിങ്ങളിപ്പോൾ വിദേശത്ത് നിന്ന് നാട്ടിൽ വന്നു. ഇവിടെ നമ്മളെ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് മറ്റുള്ള കോഴ്സുകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ശരിയായ ചെറിയൊരു മെത്തേഡ് ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ. ഓക്കെ, ഞാൻ അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ മെത്തേഡിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. ഇതിൽ നമുക്ക് അറബിക്കിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ബേസിക് ഉള്ളവർക്കൊക്കെ, നല്ല ബേസിക് സെറ്റായവർക്കൊക്കെ ഇതിൽ ജോയിൻ ആവാവുന്നതാണ്. നമ്മളൊരു മെത്തേഡ് അനുസരിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് സെറ്റാവും. ഒരു 10-15 ദിവസം ഉണ്ടെങ്കിൽ തന്നെ ഏത് ഡോക്യുമെൻ്റ് കയ്യിൽ കിട്ടിയാലും ട്രാൻസ്ലേഷൻ ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് കോൺഫിഡൻറ്റോടുകൂടെ പറയാൻ പറ്റും നമ്മുടെ അടുത്ത് പഠിച്ച ആൾക്ക്. അത് ഒന്നാമത്തെ ക്ലാസ്സിന്, ഫസ്റ്റ് ഡെമോ ക്ലാസ്സിന് വന്നാൽ തന്നെ വിഷയം തീരുമാനമാവും. ഇത് പെട്ടെന്ന് ക്ലിക്കാവുന്ന ആ ഡെമോ ക്ലാസ് കഴിയുമ്പോഴേക്ക് സ്റ്റുഡൻറ്റിന് ബോധ്യപ്പെടും. ആ രീതിയിൽ നല്ലൊരു ഡെമോ ക്ലാസ്സും അവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. എക്സ്പീരിയൻസ് വരാണെങ്കിൽ ഗൾഫിൽ ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഖത്തറിലെ മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ ട്രാൻസ്ലേറ്റർ കം ലെറ്റർ ഡ്രാഫ്റ്റിംഗ് ആയിരുന്നു നമ്മുടെ പണി. അവിടെ പല ആൾക്കാരുണ്ടാവും, എല്ലാ ഭാഷക്കാരും ഉണ്ടാവും. പിന്നെ നമ്മളെ കൂടുതൽ നമ്മളെ ജോലി ചെയ്യുന്ന നമ്മുടെ ഓഫീസിൽ കൊളീഗ്സ് ആയിട്ട് ഉണ്ടായിരുന്നവരൊക്കെ അറബ് നാഷണാലിറ്റീസ് ആണ്, ഖത്തരികളും. ട്രാൻസ്ലേഷനും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്. അല്ലിസാനിലായിരുന്നു ഞാൻ പഠിച്ചത്. പിന്നെ ഗൾഫിൽ പോയി 11 വർഷം ഖത്തറിലായിരുന്നു. ഈ മേഖലയിലായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയും പഠിപ്പിക്കാൻ വേണ്ടിയും ഉണ്ടാക്കിയെടുത്ത മെത്തേഡല്ല, ഫീൽഡിൽ എങ്ങനെയാണോ ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷവും അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ആൾക്കാർക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റാത്ത അത്രയും തീരെ അറബിക്കും ഇംഗ്ലീഷും ബേസിക് ഇല്ലാത്തവർക്ക് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. പക്ഷേ അത് അങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാത്തവർ ഒന്നാമത്തെ ഡെമോ ക്ലാസ്സിൽ തന്നെ നമ്മൾ അവരോട് പറയും. അത് അത്രയും ബേസിക് ഇല്ലാത്തവർക്ക് പറ്റില്ല. പിന്നെ ആ ബേസിക് ഉണ്ടാക്കാനുള്ള മെത്തേഡ് നമ്മുടെ അടുത്തുണ്ട്. അത് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്താൽ നമുക്ക് ബേസിക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ചുരുക്കത്തിൽ ആ ഒരു ആഗ്രഹമുള്ള വ്യക്തിക്ക് നമ്മുടെ അടുത്ത് വന്നാൽ പരിഹാരമുണ്ട്.